ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട്. അത് പ്രത്യേകിച്ച് അതിനൊരു ഡെഫിനിഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് ഇപ്പോൾ കിച്ചൺ കാര്യങ്ങൾ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. എനിക്കൊരു മോളുണ്ട്. ആളുടെ സ്കൂളിങ്, പഠിപ്പിക്കൽ, കൊണ്ടുപോകൽ, മാറ്റിക്കൽ, ഇങ്ങനത്തെ എല്ലാ വർക്കും ഞാൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഓൺ ടൈം ഓഫീസിലെത്തലും അത് കഴിഞ്ഞ് ഇവിടുത്തെ വർക്കും ആൻഡ് ബാക്ക് ടു സെയിം സ്കെഡ്യൂളാണ് ഞാൻ വീണ്ടും വീട്ടിലെത്തി കഴിയുമ്പോൾ ചെയ്യുന്നത്. ബൈ ബർത്ത് ആയിട്ടൊരു ഗിവൺ റൂൾസ്, റെഗുലേഷൻസ്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതായത് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം, ഗിവൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഈ സാധനം നമ്മൾ തന്നെ നോക്കണം, അത് പെണ്ണിൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ അത് പെണ്ണ് ചെയ്തോളും. അല്ല, ആണുങ്ങൾക്ക് കഷ്ടപ്പാടില്ല എന്നല്ല, പക്ഷെ കൂടുതലും പെണ്ണുങ്ങൾക്കാണ് കഷ്ടപ്പാട്. അതായത് ഇപ്പോൾ നമുക്ക് വർക്ക് കൾച്ചറും അതേപോലെ തന്നെ ഫാമിലി ലൈഫും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നതാണ് അതിൽ നമുക്കൊരു ചലഞ്ചായിട്ടുള്ളത്. ഐ ഫീൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം ആണുങ്ങൾക്ക് കുറച്ചും കൂടി പ്രിവിലേജ് ഉണ്ട് ഇൻ സൊസൈറ്റി. എല്ലാ കാര്യത്തിലും പ്രിവിലേജ് ഉണ്ട്. വുമൻസ് യൂഷ്വലി അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ്. വുമൻ്റെ ലൈഫ് ഡിഫിക്കൽട്ടാണ്. നമ്മൾ കാലങ്ങളായിട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വുമൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. മെന്നെക്കാട്ടും കുറച്ചുകൂടി കഷ്ടപ്പാട് വുമൻസിനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഐ വുഡ് സേ രണ്ട് ഈക്വൽ ആണ്. എനിക്കതിലൊരു യാതൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. എന്തൊരു കാര്യമാകുമ്പോൾ അതിൻ്റെതായ ഇടങ്ങാറും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. മെന്നിന് ഈക്വൽ ആയിട്ട് വുമൺ എത്താൻ ഇനിയും നമുക്ക് ഒരുപാട് കടമ്പകൾ വുമൺസ് കടക്കേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒരു കോട്ടാണ് ഒരു സിനിമ, സൂപ്പർ ഡിലക്സ് എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത്, ദിസ് ഈസ് എ മെൻസ് വേൾഡ്, സോ ലിവിങ് ആസ് എ വുമൺ ഇസ് ദ ഈസി വേ എന്ന് തോന്നുന്നു എനിക്ക്. ഒരു ജനറൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ് മെൻ ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ ബീങ് എ വുമൻ എന്നുള്ള സംഭവമാണ്. പിന്നെ ഇതൊക്കെ പോരായിട്ട് മെൻ ഹാവ് ടു ഡീൽ വിത്ത് വിമൻ ടു. സോ